പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. വിമത തൃണമൂൽ കോൺഗ്രസ് എംപിമാരുടെ പ്രതിനിധിയെ യോഗത്തിൽ പങ്കെടുപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഒന്നടങ്കം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. നാളെ ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ അയോധ്യ രാമക്ഷേത്ര കൊള്ളയും നീറ്റ് പരീക്ഷയുൾപ്പെടെയുള്ള പരീക്ഷകളിലെ ക്രമക്കേടും ഉന്നയിച്ച് പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. FCR ഉൾപ്പെടെയുള്ള 5 സുപ്രധാന ബില്ലുകളാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഈ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിലും അത് പാസാക്കിയെടുക്കുന്നതിലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളന നടത്തിപ്പിലും പ്രതിപക്ഷ ഐക്യം ഉറപ്പുവരുത്താനും അവരുടെ പിന്തുണ തേടാനും വേണ്ടിയാണ് ഇന്ന് സർവകക്ഷി യോഗത്തിന് കേന്ദ്ര സർക്കാർ ഇന്ന് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ യോഗത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസിലെ വിമത എംപിമാരുടെ പ്രതിനിധിയെ കൂടി ക്ഷണിച്ചതാണ് ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. NCPI എന്ന് പറയുന്ന പാർട്ടിക്ക് ജീവൻ നൽകിക്കൊണ്ട് അതിന്റെ പ്രതിനിധിയായി കക്കോലി ഘോഷ് ദസ്തിദാറാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത്. തൃണമൂൽ കോൺഗ്രസ് കൊടിയ അനീതി നേരിട്ടു എന്നും അതുകൊണ്ട് തന്നെ ഈ NCPIയെ അംഗീകരിക്കാതെ എങ്ങനെയാണ് ഈ സർവകക്ഷി യോഗത്തിലേക്ക് വിളിച്ചത് എന്നുമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ചോദിക്കുന്നത്. വിമത TMCയെ യോഗത്തിലേക്ക് വിളിച്ചത് സർവകക്ഷി യോഗത്തിന്റെ ശോഭയെ കെടുത്തുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ അതുപോലുള്ള ഒരു സമീപനവും ആരും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഈ അക്വിസിഷൻ മർഡർ ടേക്ക് ഓവർ രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷം ഒന്നടങ്കം ഈ പറയുന്ന സർവകക്ഷി യോഗത്തിൽ നിന്ന് വാക്കൌട്ട് ചെയ്തിരിക്കുകയാണ്. സർവകക്ഷി യോഗത്തിൽ നിന്ന് വാക്കൌട്ട് നടത്തിയ പ്രതിപക്ഷ അംഗങ്ങൾ പിന്നീട് ഈ സർവകക്ഷി യോഗത്തിലേക്ക് തിരികെ കയറുകയും ചെയ്തു. സുപ്രധാന വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് ഈ സർവകക്ഷി യോഗം എന്നതിനാലാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് തങ്ങൾ തിരിച്ച് യോഗത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ അറിയിച്ചത്. അതേസമയം ഈ FCR അടക്കമുള്ള സുപ്രധാന ബില്ലുകൾ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വർഷകാല സമ്മേളനത്തിൽ ആലോചിക്കുമ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ളയും അതോടൊപ്പം നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിലെ ക്രമക്കേടും ഉയർത്തി പാർലമെന്റിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. എന്തായാലും നാളെ മുതൽ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ അടുത്ത മാസം 13-ന് അവസാനിക്കും മുൻപ് തന്നെ ശക്തമായ പ്രതിഷേധം ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം പാർലമെന്റിൽ കാഴ്ചവെക്കുമെന്നത് ഉറപ്പാണ്. ക്യാമറാമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.